trong linh tĩnh.
ദർശനം നടത്തി ജനുവരി 9-ാം തീയതി മണിമനക്കാവ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ ആഴിപൂജ നടത്തുവാൻ, ജനുവരി 11-ാം തീയതി ചരിത്ര പ്രസിദ്ധമാർന്ന മതമൈത്രിയുടെ മഹാസംഗമം ആഘോഷിക്കുന്ന എരുമേലിയിൽ അമ്പലപ്പുഴ പേട്ട കെട്ടുവാൻ, ജനുവരി 13-ാം തീയതി പമ്പ എന്ന പുണ്യഭൂമിയിൽ പമ്പാ സദ്യ നടത്തുവാൻ, പമ്പാ വിളക്ക് നടത്തുവാൻ, പമ്പാ ഗണപതിക്ക് കാണിക്ക് സമർപ്പിച്ച് ജനുവരി 14-ാം തീയതി അയ്യന്റെ പൊന്നമ്പലത്തിൽ നെയ്യഭിഷേകവും മഹാനിവേദ്യവും മകരവിളക്ക് ദർശനവും നടത്തുവാൻ, ജനുവരി 15-ാം തീയതി അയ്യന്റെ മഹാശീവേലി നടത്തുവാൻ ഇരുവശത്തുമുള്ള ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കും വെച്ച് പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് കാണിക്കയർപ്പിച്ച് ധർമ്മശാസ്ത്ര ഹരികരസുതൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയുടെ തങ്കത്തിടമ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയെ സ്വീകരിച്ചാനയിക്കുവാൻ ഭക്തി പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ധർമ്മശാസ്താവിന്റെ മാതൃസ്ഥാനികരായ അമ്പലപ്പുഴ ദേശക്കാർ ചരിത്രങ്ങളുടെ കഥ പറയുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച ഭക്തിസിദ്ധമായ രഥഘോഷയാത്ര ഈ വഴിത്താരകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ ദേശത്തെ ജനങ്ങളുടെ പരമമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വ്രതശുദ്ധിയുടെയും 51 ദിനരാത്രങ്ങളുടെ പുണ്യപാപ ചുവടുമേന്തി താന്ത്രിക മന്ത്രത്താൽ ചൈതന്യം ആവാഹിച്ച വീരമണികണ്ഠന്റെ ചൈതന്യം തുളുമ്പുന്ന തങ്കരഥത്തെ അനുഗമിച്ചുകൊണ്ട് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് പന്തള രാജാവ് അനുവദിച്ചു തന്ന ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിപ്പിനായുള്ള തീർത്ഥാടന യാത്രയാണ് ഈ വഴിത്താരകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ യോഗം പേട്ട സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ധർമ്മശാസ്താവിന്റെ തങ്കത്തിടമു വഹിച്ചുകൊണ്ടുള്ള ചൈതന്യ രഥഘോഷയാത്ര ഈ വഴിത്താടുകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രഥഘോഷയാത്ര കടന്നു വരുമ്പോൾ അയ്യപ്പ പാതാര ബിംബങ്ങളിൽ പൂജകൾക്ക് ആവശ്യമായ പൂജാദ്രവ്യങ്ങളും കാണിക്കയിൽ അർപ്പിച്ച് രഥഘോഷയാത്രയെ സ്വീകരിച്ചാനയിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. രഥഘോഷയാത്ര കടന്നു വരുമ്പോൾ വഴിത്താരകളുടെ ഇരുവശത്തുമുള്ള ഭക്തജനങ്ങൾ നിലവിളക്ക് കൊളുത്തി നിറവ സമർപ്പിച്ച് തങ്കരഥത്തെ സ്വീകരിച്ചാനയിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്.
സ്വാമിയെ ശരണയ്യപ്പ. ഭഗവാനെ, ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊന്തമ്പുഴ ശ്രീ അയ്യപ്പ മഹാദേവ ക്ഷേത്രം ഞങ്ങളുടെ അനുഭവമായിട്ട് നമ്മുടെ ശബരിമലയുടെ നാളെ കഴിഞ്ഞ് നടക്കുന്ന, കാരണം മരുവിളക്ക് സംബന്ധിച്ച് വരുന്ന അമ്പലപ്പുഴക്കാരുടെ പേട്ടകെട്ട് അതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ ആചാര പ്രകാരം ഇവിടെയുള്ള അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും വഴിപാടും മറ്റു കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് പൊന്തമ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ വകയായി നടത്തുകയും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളായിട്ടുള്ള എല്ലാവരും വന്ന് അതിൽ കൂടുകയും അതുപോലെ തന്നെ ഭഗവാന്റെ പ്രാതിനിധ്യം നാട്ടിൽ അറിയപ്പെടുന്ന പൊന്തമ്പുഴ ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ബാക്കിയെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നടത്താൻ പറ്റിയതിലും ഭഗവാനോട് നന്ദി അർപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ പ്രദേശത്തുള്ള ആൾക്കാർ കൂടുകയും എല്ലാവരും നല്ല മനസ്ഥിതിയോടുകൂടി ശുദ്ധവൃത്തിയോടുകൂടി ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിച്ചെന്ന് ഭഗവാനെ അടുത്ത വർഷവും ഭഗവാന്റെ നാമത്തിൽ ഇതേ ചൈതന്യം ഇവിടെ ഉണ്ടാകുമാറാകണമേ എന്ന് മാത്രം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ എല്ലാം നമ്മുടെ രാജ്യവും നമ്മൾ നയിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ലോകങ്ങളും നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുകയും നല്ല ഒരു ലോകത്തിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഭഗവാനോട് എല്ലാവർക്കും വേണ്ടി ഞാനും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രാരംഭമായിട്ടുള്ള ഈശ്വര ചൈതന്യം വലുതാണ്. ആ ഈശ്വര ചൈതന്യത്തിൽ നമ്മളെല്ലാവരും ഒത്തുനിൽക്കുകയും ലോകാസംസ്ഥ സൂനോപബന്ധു എന്ന് പറയുന്ന ആ ഒരു ഐതിഹ്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയും പരസ്പരം ആത്മാർത്ഥമായി മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കുകയും ശബരിമല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും അതിൽ കൂടിക്കൊണ്ട് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഈശ്വരൻ്റെ നാമത്തിൽ ഭംഗിയായി നടത്തുകയും എല്ലാ ദൈവവിചാരം എല്ലാ ദൈവ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവിധമായ പൂക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയെ ശരണയ്യപ്പ. സ്വാമിയെ ശരണം.